എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക് ഉളവണമക്കാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം അത് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു റീല് പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സാധാരണ ഒരു ഭക്തനും അതേപോലെ തന്നെ AI ആയിട്ടുള്ള ആഗോള ഭക്തൻ, അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ ശബരിമല സംരക്ഷണ സംഗമം നടന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. യഥാർത്ഥ വിശ്വാസികൾ, സാധാരണ വിശ്വാസികൾ വിശ്വാസം എവിടെയാണ് അർപ്പിക്കുന്നതെന്നും വളരെയധികം ആർട്ടിഫിഷ്യൽ ബുദ്ധി കൊണ്ട് ഒരു തന്ത്രം പോലെ മെനഞ്ഞ ചില സംഗമങ്ങൾ എങ്ങനെയാണ് പാളിപ്പോകുന്നതെന്നും ഏറ്റവും അധികം കുത്തിത്തിരിപ്പടത്തുന്ന മാധ്യമങ്ങളുള്ള മലയാളത്തിൽ അവരുടെ വായ കൊണ്ട് തന്നെ ഇത്ര അധികം ജനപ്രവാഹം, അതേപോലെ തന്നെ ജനപങ്കാളിത്തം ഈ സംരക്ഷണ സംഗമത്തിന് വന്നതും, അതേപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ആഗോള ഇൻ്റലിജൻറ്റ് അയ്യപ്പ സംഗമം, AI നിർമ്മിത ആഗോള അയ്യപ്പ സംഗമത്തിലെ വളരെയധികം ഒഴിഞ്ഞുപോയ കസേരകൾ നിറയ്ക്കാൻ പാടുപെടുന്ന ആളുകൾ, അതേപോലെ തന്നെ അങ്ങനത്തെ വാദങ്ങളെ തള്ളിക്കളയുന്നവർ ജനങ്ങൾക്ക് കാണാം. ഒരവകാശവും ഞാൻ പറയുന്നില്ല. രണ്ട് സംഗമങ്ങളും നടന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഒരു സംഗമം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും അതേപോലെ തന്നെ അവരുടെ 75ാം വാർഷികം ആഘോഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയപ്പെടുന്നതും കൂടി അതിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും വിശകലനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് നടന്നിട്ടുള്ളത് ശബരിമല സംരക്ഷണ സംഗമം എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മത്തിൻ്റെയും സനാതന ധർമ്മത്തിൻ്റെയും അതേപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും ശബരിമല എന്ന ആ ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ, അതേപോലെ തന്നെ അയ്യപ്പ സ്വാമിയുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ സംരക്ഷണമാണ്. അതിൽ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. അതിൽ ഒരു രാഷ്ട്രീയവുമില്ല. യഥാർത്ഥ വിശ്വാസികൾ അണിചേരുമ്പോൾ ആ ഒരു ജനപങ്കാളിത്തം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ആധ്യാത്മികപരമായിട്ടുള്ള ധർമ്മ സംരക്ഷണത്തിൻ്റെ, അതേപോലെ തന്നെ ശബരിമല സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. സത്യം എന്നും ജയിക്കും. സത്യം വദ ധർമ്മം ചര. ഇത് മറക്കാണ്ടിരുന്നാൽ മതി ഏത് കാലത്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.